ഹായ് കൂട്ടുകാരെ, ഇന്നൊരു ചോദ്യം കൊണ്ട് നമുക്ക് തുടങ്ങാം. ചോദ്യം ഇതാണ്: വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് 2025-26 ഒന്നാമതുള്ള രാജ്യം. ഉത്തരം അറിയാമോ? ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഇതിൻ്റെ ഉത്തരം പറയുന്നതാണ്. അപ്പോൾ നമുക്കൊന്നിച്ച് തന്നെ ഫെബ്രുവരി 18 കറണ്ട് അഫയേഴ്സ് നോക്കാം. നമുക്കൊന്നിച്ച് പഠിച്ച് മുന്നേറാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു ക്ലബിൻ്റെ മുഴുവൻ സമയ മുഖ്യ പരിശീലകനാകുന്ന ആദ്യ മലയാളി ആരാണ്? ടി.ജി. പുരുഷോത്തമൻ. ടി.ജി. പുരുഷോത്തമനാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു ക്ലബിൻ്റെ മുഴുവൻ സമയ മുഖ്യ പരിശീലകനാകുന്ന ആദ്യ മലയാളി. അടുത്ത ക്വസ്റ്റ്യൻ: രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ ആകുന്നത് എവിടെയാണ്? വൈക്കം. വൈക്കത്തിലാണ് രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ സോളാർ വാട്ടർ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ ആകുന്നത്. മറക്കല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ: 2026 ഫെബ്രുവരിയിൽ ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ആണവ ചർച്ചയ്ക്ക് വേദിയാകുന്നത് എവിടെയാണ്? ജനീവ. ജനീവയിലാണ് 2026 ഫെബ്രുവരിയിൽ ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ആണവ ചർച്ചയ്ക്ക് വേദിയാകുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളിലെ കുട്ടികളുടെ നേതൃത്വത്തിന് 6 ലക്ഷം രക്ഷിതാക്കൾക്ക് AI പരിശീലനം നൽകുന്ന പദ്ധതി. ഏതാണ് ആ പദ്ധതി? സർവം AI മയം. അപ്പോൾ സർവം AI മയം എന്നാണ് ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ 6 ലക്ഷം രക്ഷിതാക്കൾക്ക് AI പരിശീലനം നൽകുന്ന പദ്ധതിയാണത്. അടുത്ത ക്വസ്റ്റ്യൻ: താജ് മഹോത്സവ് സംഘടിപ്പിക്കുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഈ താജ് മഹോത്സവ് സംഘടിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. മറക്കല്ല്, ഉത്തർപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ: ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് ഏത് കേന്ദ്രഭരണ പ്രദേശത്തിലാണ്? ഇന്നലെ നമ്മൾ പറഞ്ഞൊരു കറണ്ട് അഫെയർ ആണ്. ഏതിലാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ. മറക്കല്ലേ. അടുത്തത്: ബയോ ഏഷ്യ സമ്മിറ്റ് നടക്കുന്നത് ഏത് നഗരത്തിലാണ്? ബയോ ഏഷ്യ സമ്മിറ്റ് നടക്കുന്നത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദ്. അടുത്ത ക്വസ്റ്റ്യൻ: PSLV C-62 വിക്ഷേപണ പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ നിക്ഷേപിച്ച സമിതിയുടെ അധ്യക്ഷൻ പ്രൊഫസർ കെ വിജയരാഘവൻ. പ്രൊഫസർ കെ വിജയരാഘവനാണ് PSLV C-62 വിക്ഷേപണ പരാജയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ. ഓക്കെ. ഇനി അടുത്തത്: ഡ്രൈവർമാർ വാഹനമോടിക്കുമ്പോൾ ഉറങ്ങുന്നത് തടയാനായി വികസിപ്പിച്ച AI സാങ്കേതിക വിദ്യയുടെ പേരാണ് ഡോംസ്. മറക്കല്ലേ. ഡ്രൈവർമാർ വാഹനമോടിക്കുമ്പോൾ ഉറങ്ങുന്നത് തടയാനായി വികസിപ്പിച്ച AI സാങ്കേതിക വിദ്യ ഡോംസ്. അടുത്തതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഫ്രഞ്ച് കമ്പനിയായ സാഫ്രാൻ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നിവ ചേർന്ന് നിർമ്മിക്കുന്ന മിസൈലിന്റെ പേരെന്താണെന്നറിയുമോ? ഹാമർ മിസൈലുകൾ. അപ്പോൾ ഹാമർ മിസൈലുകളാണ് ഫ്രഞ്ച് കമ്പനിയായ സാഫ്രാൻ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നിവ ചേർന്ന് നിർമ്മിക്കുന്ന മിസൈൽ. ഏതാണ്? ഹാമർ മിസൈലുകൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: അടുത്തിടെ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഒപ്പുവെച്ച സുപ്രധാന സാമ്പത്തിക കരാർ ഏതാണ്? ഏതാണ് ആ സുപ്രധാന സാമ്പത്തിക കരാർ എന്ന് പറയുന്നത്? ഇരട്ട നികുതി ഒഴിവാക്കൽ കരാറാണ്. അപ്പോൾ ഇരട്ട നികുതി ഒഴിവാക്കൽ കരാറാണ് എന്ത്? അടുത്തിടെ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഒപ്പുവെച്ച സുപ്രധാന സാമ്പത്തിക കരാർ. മറക്കരുതേ. ഇനി അടുത്തത്: 2026 അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിന് വേദിയാകുന്ന നഗരം. എൻ്റെ കൂടെ തന്നെ നിങ്ങളും പഠിക്കണേ. വേദിയാകുന്ന നഗരം കൊച്ചിയാണ്. ഇപ്പൊ തന്നെ നിങ്ങളും എൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോകൂ. 2026 അന്താരാഷ്ട്ര സുഗന്ധവ്യഞ്ജന സമ്മേളനത്തിന് വേദിയാകുന്ന നഗരം കൊച്ചി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗോൾ സ്കോർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആര്? ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ ആയിരിക്കും. സുനിൽ ഛേത്രി. ഓക്കെ. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗോൾ സ്കോറർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സുനിൽ ഛേത്രി. അടുത്ത ക്വസ്റ്റ്യൻ: 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച ഇന്റർനെറ്റിന്റെ മുത്തച്ഛൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഇന്റർനെറ്റിന്റെ മുത്തച്ഛൻ എന്നറിയപ്പെടുന്നത് ഡേവിഡ് ജെ ഫാർബർ.
അപ്പോൾ ഡേവിഡ് ജെ ഫാർബർ ആണ് 2026 ഫെബ്രുവരിയിൽ അന്തരിച്ച ഇന്റർനെറ്റിന്റെ മുത്തച്ഛൻ എന്നറിയപ്പെടുന്ന വ്യക്തി. ഓക്കെ, ഡേവിഡ് ജെ ഫാർബർ ആണ്. ഇനിയും ഞാൻ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് 2025-26 ഒന്നാമതുള്ള രാജ്യം, പറയട്ടെ എൻ്റെ ആൻസർ, ഡെൻമാർക്ക്. ഡെൻമാർക്കാണ് വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് 2025-26 ഒന്നാമതുള്ള രാജ്യം. ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. ഇത്രയെങ്കിലും എല്ലാവരും വൃത്തിക്ക് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നാളെ ഇതുപോലെ തന്നെ സമയത്ത് നമ്മൾ അടുത്ത ദിവസത്തെ കറണ്ട് അഫെയർ ഇടുന്നതാണ്. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടാറ്റാ, ബൈ.